രാജ്യത്തിന്റെ 80ാമത് സ്വാതന്ത്ര്യദിനാഘോഷം വൈവിധ്യമാർന്ന പരിപാടികളോടെ നാടെങ്ങും നടന്നു. കോഴിക്കോട് ജില്ലാതല പരിപാടിയിൽ വെസ്റ്റ് ഹിൽ വിക്രം മൈതാനിയിൽ മന്ത്രി ബിന്ദു കൃഷ്ണ പതാക ഉയർത്തി. തുടർന്ന് വിവിധ സേനാ വിഭാഗങ്ങളുടെ പരേഡിൽ മന്ത്രി അഭിവാദ്യം സ്വീകരിച്ചു. രാജ്യത്തിന്റെ 80ാമത് സ്വാതന്ത്ര്യദിനാഘോഷത്തിന്റെ ഭാഗമായാണ് കോഴിക്കോട് ജില്ലാതല ചടങ്ങ് വെസ്റ്റ് ഹിൽ ക്യാപ്റ്റൻ വിക്രം മൈതാനത്ത് വിപുലമായി നടന്നത്. തൊഴിൽ, മൃഗസംരക്ഷണ, വനിതാ ശിശു വികസന വകുപ്പ് മന്ത്രി ബിന്ദു കൃഷ്ണ ദേശീയ പതാക ഉയർത്തി പരേഡിന്റെ അഭിവാദ്യം സ്വീകരിച്ചു. ജില്ലാ കളക്ടർ എം.എസ്. മാധവിക്കുട്ടി, കോഴിക്കോട് സിറ്റി പോലീസ് മേധാവി എ.പി. ഷൗക്കത്ത് അലി, റൂറൽ ജില്ലാ പോലീസ് മേധാവി മെറിൻ ജോസഫ് എന്നിവരും പരേഡിന്റെ അഭിവാദ്യം സ്വീകരിച്ചു. തുടർന്ന് മന്ത്രി പരേഡ് പരിശോധിച്ചു. പരേഡ് കമാൻഡറായി DHQ കോഴിക്കോട് റൂറലിലെ റിസർവ് ഇൻസ്പെക്ടർ ജോസ് ജോർജും, രണ്ടാം ഇൻചാർജായി കമാൻഡർ DHQ കോഴിക്കോട് സിറ്റിയിലെ SI പ്രവീൺ രാജ് കെയും നേതൃത്വം നൽകി. നാലാമതായി അണിനിരക്കുന്നു ചേവായൂർ പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ ശ്രീമതി ബബിത നയിക്കുന്ന ശ്രീ സമീഷ് നയിക്കുന്ന എക്സൈസ്, ഫോറസ്റ്റ് ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ ശ്രീ രാജേഷ് SN നയിക്കുന്ന ഫോറസ്റ്റ് ഫയർ ആൻഡ് റെസ്ക്യൂ വിഭാഗം, NCCയുടെയും SPCയുടെയും സ്കൗട്ട്സിന്റെയും JRCയുടെയും ഉൾപ്പെടെ 23 പ്ലട്ടൂണുകൾ അണിനിരക്കുന്നു. ഈ പരേഡിനെ താളമേളങ്ങൾ ഒരുക്കുന്നത് പ്രൊവിഡൻസ് സെക്രട്ടറി സ്കൂളിലെ കുമാരി പൂജലക്ഷ്മി നയിക്കുന്ന ബാൻഡിനെയും. നമ്മുടെ രാജ്യം ഇന്ന് 80ാം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുകയാണ്. സ്വാതന്ത്ര്യത്തെ നാം കേവലം വിദേശാധിപത്യത്തിൽ നിന്നുള്ള മോചനമായി കാണരുത്. ഭയമില്ലാതെ ജീവിക്കുവാനുള്ള അവകാശം, വിശ്വാസവും സംസ്കാരവും സംരക്ഷിക്കുവാനുള്ള അവകാശം, തൊഴിൽ ചെയ്യാനുള്ള അവകാശം, തുല്യ അവസരങ്ങൾ നേടാനുള്ള സ്വാതന്ത്ര്യം, അതോടൊപ്പം മാന്യമായി ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം, ഇതെല്ലാം സ്വാതന്ത്ര്യത്തിന്റെ ഭാഗമാണ്. ഒരു സ്ത്രീക്ക് സുരക്ഷിതമായി സഞ്ചരിക്കുവാൻ കഴിയുന്നില്ല എങ്കിൽ അവളുടെ സ്വാതന്ത്ര്യം പൂർണ്ണമല്ല. ഒരു സ്ത്രീക്ക് സ്വന്തം വരുമാനം നേടാൻ കഴിയുന്നില്ലെങ്കിൽ സാമ്പത്തിക സ്വാതന്ത്ര്യം പൂർണ്ണമല്ല. ജീവിതത്തെക്കുറിച്ച് സ്വന്തമായി തീരുമാനമെടുക്കാൻ കഴിയുന്നില്ലെങ്കിൽ വ്യക്തി സ്വാതന്ത്ര്യം പൂർണ്ണമല്ല. ഈ കാഴ്ചപ്പാടിലാണ് സ്ത്രീകളുടെ സഞ്ചാരവും സാമ്പത്തിക സ്വാതന്ത്ര്യവും അടക്കം ശക്തിപ്പെടുത്തുന്ന പ്രിയദർശിനി സൗജന്യ യാത്രാ പദ്ധതി സർക്കാർ നടപ്പിലാക്കിയിരിക്കുന്നത്. വിവിധ പോലീസ് സേനാ വിഭാഗങ്ങൾ, എക്സൈസ്, ഫയർ ആൻഡ് റെസ്ക്യൂ, ഫോറസ്റ്റ്, NCC, സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സ്, JRC, സ്റ്റുഡൻസ് പോലീസ് കേഡറ്റ്, സിവിൽ ഡിഫൻസ്, ബാൻഡ് ടീം തുടങ്ങിയ വിഭാഗങ്ങളിൽ നിന്നായി 23 പ്ലാറ്റൂണുകൾ പരേഡിൽ അണിനിരന്നു. തുടർന്ന് ഡയസിന് മുമ്പിലൂടെ അഭിവാദ്യം അർപ്പിച്ച് നീങ്ങുന്നു കോഴിക്കോട് സിറ്റി ലോക്കൽ പോലീസ് വിഭാഗം സബ് ഇൻസ്പെക്ടർ ശ്രീ വിഷ്ണു നയിക്കുന്നു. തുടർന്ന് ഫയർ ആൻഡ് റെസ്ക്യൂ ശ്രീ ശരത് PK സ്റ്റേഷൻ ഓഫീസർ നയിക്കുന്നു. മുഹമ്മദ് റമീസ് നയിക്കുന്ന പ്ലട്ടൂൺ. NCC സീനിയർ ഡിവിഷൻ ആർമി വിംഗ് അണ്ടർ ഓഫീസർ നിരഞ്ജൻ നയിക്കുന്ന പ്ലട്ടൂൺ. വിശിഷ്ടാതിഥിക്ക് അഭിവാദ്യം അർപ്പിച്ചു. നയിക്കുന്ന പ്ലട്ടൂൺ അഭിവാദ്യം അർപ്പിച്ച് നീങ്ങുന്നു. തുടർന്ന് മികച്ച പ്രകടനം കാഴ്ചവെച്ച പ്ലാറ്റൂണുകൾക്കുള്ള ഉപഹാരങ്ങളും ചടങ്ങിൽ വിതരണം ചെയ്തു. സേനാ വിഭാഗത്തിൽ DHQ കോഴിക്കോട് സിറ്റിയും കുട്ടികളുടെ വിഭാഗത്തിൽ BM ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ SPCയുമാണ് ഒന്നാം സമ്മാനം നേടിയത്. ദേശീയ ഗാനത്തോടെ പരേഡ് സമാപിച്ചു. തുടർന്ന് സ്കൂൾ വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി.
ചടങ്ങിൽ കോഴിക്കോട് മേയർ ഒ സദാശിവൻ, എം പിമാരായ എം കെ രാഘവൻ, ഷാഫി പറമ്പിൽ, എം എൽ എമാരായ കെ ജയന്ത്, കെ ഫൈസൽ ബാബു, കെ പ്രവീൺകുമാർ, എം എ റസാഖ് മാസ്റ്റർ, കെ എം അഭിജിത്ത്, വി ടി സൂരജ്, വിദ്യാ ബാലകൃഷ്ണൻ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മില്ലി മോഹൻ, സബ് കളക്ടർ എസ് ഗൗതൻ രാജ്, ADM ഷെറീന, ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ, വിദ്യാർത്ഥികളും പൊതുജനങ്ങളും പങ്കെടുത്തു. CTV പ്രാദേശിക വാർത്ത, കോഴിക്കോട്.